നമുക്ക് കണക്ക് വായിച്ച് നോക്കാം. സമചതുരാകൃതി. സമചതുരം എന്ന് പറഞ്ഞാൽ നീളവും വീതിയും തുല്യമായിരിക്കും. ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. സമചതുരാകൃതിയുള്ള ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. അപ്പോൾ വീതി എത്രയായിരിക്കും? 1 മീറ്റർ തന്നെ. അപ്പോൾ അതിൻ്റെ വിസ്തീർണം എത്രയായിരിക്കും? 1 മീറ്റർ സ്ക്വയർ അല്ലേ? ആ തുണിക്ക് 100 രൂപ വിലയുണ്ട്. ആ തുണിയുടെ വില എത്രയാണ്? 100 രൂപയാണ്. എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? അപ്പോൾ നമുക്ക് സമചതുരാകൃതിയിലുള്ള ഒരു തുണിയുടെ നീളം 1 മീറ്റർ. അപ്പോൾ വീതി എത്രയായിരിക്കും? നീളം 1 മീറ്റർ വരുമ്പോൾ വീതിയും 1 മീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ വിസ്തീർണം എത്രയായിരിക്കും? 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ വിസ്തീർണം. അതിൻ്റെ വില എത്രയാണ്? 100 രൂപ അല്ലേ? ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിൽ എന്താ പറഞ്ഞിരിക്കണേ? ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില. പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2 ഇൻറ്റു 1/2. അപ്പോൾ എത്രയായിരിക്കും? 1/4 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. 1 മീറ്റർ ഉള്ളതിൻ്റെ വില എത്രയാണ്? 100 രൂപ. 100 രൂപയാകുമ്പോൾ അതിൽ പകുതി ഉള്ളതിൻ്റെ വില എത്രയായിരിക്കും? 100/4. അപ്പോൾ എത്ര കിട്ടാം? 25 രൂപയാണ് അതിൻ്റെ പകുതി നീളവും വീതിയുമുള്ള തുണിയുടെ വില. അപ്പോൾ ആൻസർ എത്രയാണ്? 25 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ആയാൽ പാലിൻ്റെ അളവ് എത്ര? ഒന്നുകൂടെ വായിക്കാം. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ആയാൽ പാലിൻ്റെ അളവ് എത്ര? പാലിൻ്റെ അളവാണ് കാണേണ്ടത്. എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെ കാണാം? 4/5 = 80/x. ഇപ്പം നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. എക്സ് = 80 × 5. 5 ഇങ്ങോട്ട് പോവും. /4. 100 അല്ലേ? 100 മില്ലി ആണ്. 100 ml ആണ് പാലിൻ്റെ അളവ്. 100 മില്ലി.